അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹനിധികളായ കൂട്ടുകാരെ, ആർസാലയുടെ ഈ പ്രോജ്വലമായ വേദിയിൽ ഞാൻ നിങ്ങളുമായി ഒരു കൊച്ചു കഥ പറയട്ടെ. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് ഒരു വൃദ്ധയായ മാതാവ് ഹിദ്മത്തെടുത്ത മകൻ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ്. ഒരിക്കൽ മൂസ നബി അലൈഹി സ്വലാം അള്ളാഹുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചു, ഓ നാഥാ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരായിരിക്കും? അപ്പോൾ അള്ളാഹു തആല മൂസ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഓ മൂസ, നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ പ്രസ്തുത ഗ്രാമത്തിലെ ഒരു ഗ്രാമവാസിയായ ഇറച്ചിയോട്ടുകാരനാണ്. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാം പ്രസ്തുത ഗ്രാമത്തിലേക്ക് യാത്രയായി. ധാരാളം മലകളും തോടുകളും താണ്ടി പ്രസ്തുത ഗ്രാമത്തിലെത്തി. അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ മൂസ നബി അലൈഹി സ്വലാമിന് കിട്ടിയ മറുപടി, മൂസ നബി അലൈഹി സ്വലാം അന്വേഷിച്ചു വരാൻ മാത്രം നല്ലൊരു സ്വാലിഹായ ഇറച്ചിയോട്ടുകാരൻ അവിടെ ഇല്ല എന്നായിരുന്നു കിട്ടിയ മറുപടി. അവിടെ വിട്ട് വീണ്ടും യാത്രയായി. നടന്ന് മൂസ നബി അലൈഹി സ്വലാം ഒരു ഇറച്ചിയോട്ടുകാരന്റെ കടയുടെ അടുത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ ഒരു ഇറച്ചിയോട്ടുകാരന്റെ കട കാണുകയാണ്. മൂസ നബി അലൈഹി സ്വലാം അയാളുടെ കടയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം ഇത് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ അല്ല എന്ന് വിചാരിച്ച് കുറച്ച് മാറി നിന്നു. കുറച്ച് സമയം കഴിഞ്ഞ് മൂസ നബി അലൈഹി സ്വലാം വീണ്ടും ആ കടയുടെ അടുത്തേക്ക് ചെന്നു. മൂസ നബി അലൈഹി സ്വലാം കാണുകയാണ്, ആ മനുഷ്യനതാ എല്ലാവർക്കും ഇറച്ചി വെട്ടി നൽകുന്നു. കുറച്ച് മാംസം മാത്രം ബാക്കി വെച്ച് മൂസ നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? ഞാനൊരു യാത്രക്കാരനാണ്. അങ്ങ് എന്തിനു വന്നു? ഞാൻ വെറുതെ വന്നതാണ്. അങ്ങ് എവിടെ നിന്നും വരുന്നു? ഞാൻ മിസ്രിൽ നിന്നും വരുന്നു. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാം അവിടെ നിന്നും പോകാൻ വായിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങിന്നു പോകരുതേ, അങ്ങ് ഇന്നത്തെ എൻ്റെ അതിഥിയാണ്. അങ്ങനെ അവർ രണ്ടുപേരും യാത്രയായി. നടന്ന് ഒരു അടഞ്ഞു കിടപ്പുള്ള ഒരു വീടിന് മുമ്പിലെത്തി. ആ വീടിന്റെ വാതിൽ ആ മനുഷ്യൻ തള്ളി തുറന്നു. എന്നിട്ട് മൂസ നബി അലൈഹി സ്വലാമിന്റെ ആ വീടിന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ച് ആനയിച്ചിരുത്തി. താൻ കൊടുന്ന മാംസം അടുക്കളയിൽ ചെന്ന് കഴുകി അടുപ്പിലാക്കി. അത് പാചകം ചെയ്തതിനു ശേഷം ആ വേവിച്ച് മാംസവുമായി മൂസ നബി അലൈഹി സ്വലാമിന്റെ അരികിലേക്ക് ചെന്നു. ഇത് മൂസ നബി അലൈഹി സ്വലാമിനോട് കഴിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചു, അങ്ങല്ലാതെ മറ്റാരുമില്ലേ? ഉണ്ട് എന്ന മറുപടിയുമായതാ ആ മനുഷ്യൻ വീണ്ടും അടുക്കളയിലേക്ക് ചെന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഒരു വൃദ്ധയായ മാതാവിനെ കയ്യിലേറ്റി കൊടുന്ന് മൂസ നബി അലൈഹി സ്വലാമിന്റെ അരികിലേക്ക് ഒരു കസാലയിലേക്ക് ഇരുത്തി. എന്നിട്ട് ആ മാതാവിനെ ഒരു ഒരു കുഞ്ഞ് എങ്ങനെയാണോ ഭക്ഷണം നൽകുന്നത് അതുപോലെ ആ മാതാവിൻ ആ മകൻ ഭക്ഷണം നൽകി. ചെറിയ കഷ്ണം ഇറച്ചിയെടുത്ത് അത് കയ്യിൽ വെച്ച് മയപ്പെടുത്തി ഉരുളയാക്കി ആ മാതാവിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളമെടുത്ത് ആ മാതാവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ മാതാവിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ആ മാതാവിനെ പുതിയ വസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് ആ മാതാവ് കിടന്ന എല്ലാ വിസർജന വസ്തുക്കളും മാറ്റി കഴുകി ശുദ്ധിയാക്കി. എന്നിട്ട് ആ മനുഷ്യൻ വെളിയിലേക്ക് പോയി. ഇത് മൂസ നബി അലൈഹി സ്വലാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മൂസ നബി അലൈഹി സ്വലാം ശ്രദ്ധിച്ചു നോക്കി. എന്താണെന്ന് അറിയാമോ കൂട്ടുകാരാ പറയുന്നത്? യാ റബ്ബനാ, എന്റെ ശോചനീയായ അവസ്ഥയിൽ എന്നെ നോക്കിയ എന്റെ പൊന്നുമോനെ പ്രവാചകനായ മൂസ നബി അലൈഹി സ്വലാമിനെ കൂടെ സ്വർഗത്തിലാക്കണമേ എന്നായിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ അടുക്കളയിലേക്ക് ആ മകനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ പേരെന്താണെന്ന് അറിയാമോ? അന കലീമുല്ലാഹി മൂസ എന്ന പ്രവാചകനാണ് ഞാൻ. അങ്ങനെ അതോടെ ആ മനുഷ്യൻ സന്തോഷപരിമിതനായി. സന്തോഷത്തോടെ മൂസ നബി അലൈഹി സ്വലാമിനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് മൂസ നബി അലൈഹി സ്വലാം
അവിടെ നിന്നും സലാം ചൊല്ലി മടങ്ങി. സുഹൃത്തുക്കളെ, ഇതിലുള്ള ഗുണപാഠം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കളെയും നമ്മൾ നല്ലവണ്ണം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.